ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ ഒരു പേപ്പർ ഇതാ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇതാ ഇങ്ങനെ ഒരു സ്ക്വയർ പീസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഇതേപോലെ കോൺ പോലെ മടക്കിയതിന് ശേഷം നമ്മൾ ഈ എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു സ്ക്വയർ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഇതേപോലെ മടക്കി കൊടുക്കുക കേട്ടോ. ഇതാ ഹാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതാ കോൺ ടു കോണും മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോൾഡിങ് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ സെൻറ്ററും കൂടെ നമ്മളൊന്ന് മടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സെൻറ്ററിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. താഴത്തോട്ട് ഹാഫ് പോർഷൻ ഒന്ന് ജസ്റ്റ് മാർക്കിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലും കൊടുക്കുന്നത്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് മടക്കി കൊടുക്കും. ഒരു സ്കെയിലൊക്കെ വെച്ച് മടക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് മടക്കിയെടുക്കാനും നമ്മുടെ ചെയ്യുന്നവർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ മടക്കി കൊടുക്കുക. ഒരു കോർണറിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ മടക്കുകൾക്ക് ഗ്ലൂ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല കോണാക്കി കൊടുക്കുക കേട്ടോ. ഉള്ളിലോട്ട് പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കോണാക്കി കൊടുക്കുക കേട്ടോ. മടക്കിയതിന് ശേഷം ഒട്ടിയൊന്നും പോകരുത് കേട്ടോ. ഓപ്പൺ ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡുകളും ഗ്ലൂ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ട് കോർണർ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കോർണറൊക്കെ കറക്റ്റ് ഷാർപ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ നന്നായിട്ട് പെൻസിലൊക്കെ ഇട്ട് നന്നായിട്ട് ഉള്ളിലോട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു എൻഡിൽ. ഇപ്പോൾ ഇത് ഹാഫ് ആയിട്ടല്ലേ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹാങ്ങിങ് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് അപ്പോൾ ഒരു ഹാങ്ങിങ് കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആക്കിയിട്ട് ഒറ്റ സ്റ്റാർ മാത്രം ഹാഫായിട്ട് കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഉള്ളിൽ ലൈറ്റൊക്കെ ഇടാൻ പറ്റിയ ഒരു സ്റ്റാറാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതെല്ലായിടത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടുത്തൊരു സ്റ്റാർ എടുത്തിട്ട് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റ് ഒരേ ലെവലിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതൊന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലെവലിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഗ്യാപ്പ് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരുപാട് ഗ്യാപ്പ് ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ആ ലൈറ്റ് ഇടാനുള്ള ഗ്യാപ്പ് മാത്രം വെച്ചിട്ട് നമ്മൾ ഇതിനെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇതേപോലെ വെച്ച് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ല കളേഴ്സൊക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു സ്റ്റാർ. നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലൊന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഹാങ് ചെയ്ത് ഇടാട്ടോ. നമുക്ക് ഹാഫായിട്ട് 2 സ്റ്റാറായിട്ട് അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ച് ഒറ്റ സ്റ്റാറായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ ലൈറ്റൊക്കെ ഇടുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് വരണ്ടേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് കട്ടിങ്സൊക്കെ ഇങ്ങനെ സിസേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ ഒട്ടിക്കുന്നതിന് മുന്നേ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു മടക്കിയെടുത്ത സമയത്ത് തന്നെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ ഞാനത് മറന്നുപോയി. അതുകൊണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കട്ടിങ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റാറിൻ്റെയൊക്കെ പഞ്ചിങ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടായാലും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോരുന്നുണ്ട് വീഡിയോ എടുത്ത് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ട് ഇതേപോലെ എടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് സ്റ്റാർ ഹാങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാങ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ, ഹോളിലോട്ട്. അപ്പോൾ നോക്കൂ, ലൈറ്റൊക്കെ ഇട്ടുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ നമ്മളുടെ സാധാരണ വോളിലിടുന്ന സീറോ ലൈറ്റ്സ് ഉണ്ടല്ലോ, അതാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് രാത്രി സമയത്ത് എടുക്കുമ്പോൾ നോക്കി നല്ല അടിപൊളി സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റാറാണ് കേട്ടോ. ഇതിനധികം പണിയൊന്നുമില്ല സാധാരണ സ്റ്റാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സാധാരണ സ്റ്റാർ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ, പക്ഷേ ഇതാകുമ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റാർ ഉണ്ടാക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.